ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല റിസ്ക്കും ഉണ്ട്. അപ്പോൾ OA ഹോംസ് തുടങ്ങിയതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക് എന്തായിരുന്നു? റിസ്ക് എനിക്കറിയില്ല. അങ്ങനെ ഒരു റിസ്ക് എവറി ഡേ ലൈക്ക് എന്നും നമുക്ക് റിസ്ക് ഉണ്ട്. റിസ്കിൽ എനിക്ക് മേ ബി ആദ്യത്തിൽ കുറേ ഉണ്ടായിരുന്ന റിസ്ക് എന്ന് വെച്ചാൽ നല്ല പ്രോപ്പർട്ടികൾ വില്ലാസ് നമുക്ക് കിട്ടാന്നുള്ള ഒരു റിസ്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പുതിയ ബ്രാൻഡാണ്. ഒരാൾ അയാളുടെ ഹോളിഡേ ഹോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അയാളുടെ പ്ലാനിലും ഇമാജിനേഷനും വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ആ ഹോളിഡേ ഹോംസ് തുടങ്ങും. അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഹോളിഡേ ഹോംസ് ആയിട്ട്. ഇപ്പോൾ മേ ബി അവരുടെ ഒരു പെയിൻറ്റിങ് വേറെ ആരോ ഗിഫ്റ്റ് ചെയ്തായിരിക്കും, അതൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതിനൊക്കെ എങ്ങനെ ഇമോഷണലി അയാൾ കണക്ട് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി കൊണ്ട് കണക്ട് ആയിട്ടിരിക്കുന്ന അതിനെ നമ്മൾക്ക് തരുക എന്നുള്ളതാണ് അടുത്ത. കാരണം അയാൾക്കൊരു ട്രസ്റ്റ് വരണം, ഞങ്ങളിത് എല്ലാം കൂടെ പൊളിച്ച് കയ്യിലാക്കില്ല എന്നുള്ളൊരു രീതിയിലുള്ള. അപ്പോൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് ആദ്യം ഹെൽപ്പ് ചെയ്ത് കണ്ണൻദേവൻ പ്ലാന്റേഷൻസിൻ്റെ ബംഗ്ലാവ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. സോ അങ്ങനെ ഒരു ബ്രാൻഡ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് ക്ലിയർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്, ഞങ്ങളുടെ കാര്യങ്ങളിൽ ട്രാൻസ്പെറൻസി ഉണ്ട്. ഞങ്ങൾ സിസ്റ്റം യൂസ് ചെയ്ത് അവർക്ക് കാണാൻ പറ്റും എത്ര ബുക്കിങ്സ് വന്നു, എത്ര എമൗണ്ട് ജനറേറ്റ് ആയി, എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ട്രസ്റ്റ് വന്നു. പിന്നെ കുറച്ചുകൂടെ ഈ റെഫറലാണ് കൂടുതൽ വരിക. ഒരു ഓണർ മറ്റൊരു ഓണറോട് പറയുന്നു. ഇതെല്ലാവരും HNIs ആയിരിക്കും, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അവരെപ്പോഴും കണക്റ്റഡാണ്. ഇപ്പോൾ ഒരാളുടെ ഹോളിഡേ ഹോം നമ്മൾ ചെയ്യുമ്പോൾ അയാൾ അടുത്തത് പറയും. അങ്ങനെ നമുക്ക് കിട്ടി തുടങ്ങി. മേ ബി ഇതിൽ വലിയ ചലഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചേക്കാളും പെട്ടെന്ന് ഇത് സ്കെയിൽ ചെയ്തു. നമ്മുടെ മൈൻഡിലൊരു ഒക്കെ മനസ്സിലാവുള്ളൂ ഈ ബിസിനസ് വലുതാവുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു ടൈം എത്തുന്നതിയുടെ മുമ്പേ ഇതങ്ങ് കുറച്ച് സ്കെയിൽ ചെയ്തു പോയി. അപ്പോൾ അതിനുള്ള പ്രോസസ്സുകളും സിസ്റ്റംസും സ്ട്രാറ്റജീസും ആൾക്കാരും റെഡി അല്ലായിരുന്നു എൻ്റെ സൈഡിൽ നിന്ന്. ആ ഒരു ഡിലേ മേ ബി ഒരു 1 ഇയർ 2022-23 ടൈമിൽ കുറച്ച് ഡിലേ വന്നു. ഇല്ലാതെ എല്ലാ വർഷവും നമ്മളൊരു 80% ഗ്രോത്ത് വരുന്നുണ്ട്. ഇപ്പം മൊത്തം OA ഹോംസിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്? അതായത് സ്റ്റാഫ് എല്ലാം കൂടി. ഞങ്ങൾക്ക് പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 128 പ്രോപ്പർട്ടികളാണ് ചെയ്യുന്നത്. എവറി മന്ത് 3-4 പുതിയ പ്രോപ്പർട്ടികൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെയല്ല, നമ്മൾ 3-4 മോഡൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലീസ് ഒരു വൺ ഓഫ് നമ്മളൊരു മോഡലാണ്. പിന്നെ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നമ്മളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നെ SOB ലൈക്ക് സെൽഫ് ഓപ്പറേറ്റ് ബിസിനസ് യൂണിറ്റ്സ് ഉണ്ട്, നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ അതൊരു ഫിക്സഡ് റെൻ്റ് ആയിരിക്കില്ല, പകരം ഷെയർഡ് ആയിരിക്കും, ലൈക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് ആയിരിക്കും ഓണേഴ്സ് ആയിട്ടുണ്ടാവുക. അങ്ങനെ 3-4 മോഡൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ പ്രോപ്പർട്ടി ഈസ്. പ്രോപ്പർട്ടി നല്ലതാണെങ്കിൽ നമ്മൾ ലീസിന് റെഡിയാണ്. ചില പ്രോപ്പർട്ടി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് നിന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള നമുക്കൊരു ഇത്ര എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ലീസൊക്കെ ഓഫർ ചെയ്യും. ഇല്ലെങ്കിൽ കുറച്ച് വേറെ പല മോഡൽസിൽ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ്, പിന്നെ 20 ഡെസ്റ്റിനേഷൻ ടോട്ടൽ എൻ്റയർ കേരളയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും നമ്മളാണ് ബിഗ്ഗസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ. തമിഴ്നാട്ടിലാണ്, ഊട്ടിയാണ് നമ്മുടെ വലിയ മാർക്കറ്റ്. ഊട്ടിയിൽ നമ്മൾക്ക് 22 പ്രോപ്പർട്ടീസ് ഉണ്ട് ടോട്ടൽ. 2 CR മാർക്കറ്റ്, ഒരു മാസം 2 കോടിയുടെ സെയിൽ ഊട്ടിയിൽ മാത്രം നടക്കും. അത്രയും വലിയ മാർക്കറ്റാണ് ഊട്ടി നമുക്ക്. ദെൻ ഗോവ, കൂർഗ്, അതൊക്കെയാണ്, കൊടൈക്കനാൽ, ഇത്രയൊക്കെയാണ് ഇന്ത്യയിലുള്ളത്. ദുബായിൽ നമ്മൾ ഹോട്ടൽസും ഹോളിഡേ ഹോംസും റൺ ചെയ്യുന്നുണ്ട്. ദുബായിൽ നമുക്ക് പാം ജുമേറ ആൻഡ് ബിസസ് ബേ, ദേറ, ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട് ദുബായിൽ. സ്റ്റാഫിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് 2 ഓഫീസാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്. കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസാണ് കോഴിക്കോട്, കൊച്ചിയിൽ നമ്മുടെ സാറ്റലൈറ്റ് ഓഫീസാണ്. 2 ഓഫീസിലും കൂടെ ഏതാണ്ട് ഒരു 120 പേര് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് കറക്റ്റ് കൗണ്ട് അറിയില്ല ആക്ച്വലി എത്ര ഉണ്ടെന്നുള്ളത്. വലിയൊരു നമ്പർ ആയതുകൊണ്ടല്ല, ഞാൻ നോർമലി മാനേജേഴ്സിനെ ഹയർ ചെയ്യുള്ളൂ. ബാക്കി അവരുടെ ജോലിയാണിത് റൺ ചെയ്യുക എന്നുള്ളത്. എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കോഴിക്കോട് ഓഫീസിൽ പോയിട്ട് ഞാൻ മേ ബി ഒരു 3 മാസമായി കാണും. എനിക്ക് ഓഫീസിൽ പോകാതിരിക്കാനാണ് ഇഷ്ടം. ഓഫീസിൽ പോവാതെ ഞാൻ എന്താണോ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ മാനേജേഴ്സായിട്ട് മീറ്റ് ചെയ്യും, നല്ല മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഈ മാനേജേഴ്സ് എല്ലാം നമ്മുടെ ഓഫീസിൽ തന്നെ ഗ്രോ ചെയ്ത് വന്ന ആൾക്കാരാണ്. എക്സ്റ്റേണലി വന്ന ആൾക്കാർ വളരെ കുറവാണ്. അവർ ഷോ റൺ ചെയ്യുന്നു, ഞാനത് നോക്കുന്നു. അതുകൊണ്ട് ഞാനും എനിക്കൊരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് റിട്ടയർ, 42ആണ് എൻ്റെ മൈൻഡിലുള്ളത്. 42 വയസ്സാകുമ്പോഴേക്ക് എനിക്ക് റിട്ടയർ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അന്നും ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മാനേജേഴ്സ് വേണം. അപ്പോൾ ആ മാനേജേഴ്സിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് നമുക്ക് ഫീൽഡിൽ കുറേ സ്റ്റാഫുണ്ട്. ഈ ഫീൽഡ് ഇൻ ദ സെൻസ് ഓരോ ഡെസ്റ്റിനേഷൻസിലും നമുക്ക് സ്റ്റാഫുണ്ട്.
അത് പ്രോപ്പർട്ടി സ്റ്റാഫ് ഉണ്ട്, വേറെ പ്രോപ്പർട്ടീസിലുള്ള സ്റ്റാഫുകളുണ്ട്. അതൊക്കെ ആ കൗണ്ട് വളരെ കൂടുതലായിരിക്കും. റിസോർട്ടിലെ സ്റ്റാഫുകൾ നമ്മൾ നോർമലി ഇതെല്ലാം കോർപ്പറേറ്റ് ഓഫീസിലെ സ്റ്റാഫാണ് 100-120 പേരുള്ളത്. റിസോർട്ടിൽ ഒരുപാട് പേരുണ്ട്. റിസോർട്ടിൽ നമ്മൾ GM-നെ മാത്രമേ ഹയർ ചെയ്യുള്ളൂ, ജനറൽ മാനേജറെ. ദെൻ ഹി ഹാസ് ടു ഡു ദ അതർ ബിസിനസ്, എല്ലാ ഹയറിങ്ങും എല്ലാവരും ചെയ്യണം. ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി പേറോളിലുള്ളതും ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്നതും GM മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി അവിടെ ആരുണ്ടോ, ആരൊക്കെയാണ് ജോലിക്ക് വരുന്നത്, ആരൊക്കെ പോകുന്നുള്ള നമ്മുടെ ഒരു ഓപ്പറേഷൻ മെത്തേഡ് അങ്ങനെ അല്ല. പെട്ടെന്ന് അവർക്ക് ഇത്രയും ഗ്രൗണ്ട് ലെവൽ സ്റ്റാഫ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ദെൻ കൊച്ചി ഓഫീസിലാണ് കൂടുതൽ സ്ട്രെങ്ത് ഇപ്പം നമുക്ക് കൂടുതൽ ആൾക്കാരുള്ളത്. പിന്നെ ദുബായ് ഓഫീസുണ്ട്, ഊട്ടിയിൽ ചെറിയൊരു ഓഫീസുണ്ട്. ഇത്രയാണ് വോയ ഹോംസിൻ്റെ ടോട്ടൽ സ്റ്റാഫിങ്ങിൽ വരുന്നത്. വോയ ഹോംസിൻ്റെ അടുത്തൊരു ബിസിനസ് പ്ലാൻ എന്തായിരിക്കും? വോയ ഹോംസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത് ഞാൻ നോർമലി നെക്സ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്ലാൻ ഓർ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചോദിക്കാറുണ്ട്. എനിക്ക് നെക്സ്റ്റ് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ നോക്കും. അപ്പോൾ എനിക്ക് ദുബായ് ഇഷ്ടമായിരുന്നു, അങ്ങനെയാണ് ദുബായിൽ പോയിട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഗോവ അങ്ങനെ എടുത്തതാണ്. എനിക്ക് പോയി സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കും, നെക്സ്റ്റ് അവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കും. എക്സ്പാൻഷനാണ് ഏറ്റവും, നമുക്കൊരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്ന് വെച്ചാൽ എക്സ്പാൻഷനാണ്. എക്സ്പാൻഡ് ചെയ്ത് പോകാന്നുള്ളതാണ്. വലിയ പ്ലാനുകളൊന്നുമില്ല. ഇത് ഇപ്പം സ്റ്റാർട്ടിങ് മുതലേ ഇല്ല. ഇതാ ഒരു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നു. അത് ഗ്രോത്ത് അതിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കും. മേ ബി ഈ വർഷം എൻഡ് ആകുമ്പോഴേക്ക് കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യയിലുള്ള കുറച്ചുകൂടെ ഡെസ്റ്റിനേഷൻസ് കുറച്ചുകൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വന്നു പോകുന്ന ആളുകളുടെ അടുത്ത് സജഷൻ കിട്ടാറുണ്ടോ? ഇന്ന സ്ഥലത്ത് നിങ്ങളൊരു വെക്കേഷൻ ഹോംസ് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടേക്ക് പോകാമായിരുന്നു, വരാമെന്ന് പറഞ്ഞിട്ട്. അത് നോർമലി ഞങ്ങൾക്ക് വരുന്ന എല്ലാം റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് വളരെ കൂടുതലുണ്ട്. പിന്നെ ഞങ്ങൾ സർക്യൂട്ട് ടൂർസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ മൂന്നാർ വരുന്ന ഒരാൾ നെക്സ്റ്റ് ഡേ അയാൾ വർക്കലൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെ ഓരോ പ്രോപ്പർട്ടിയിലും നമ്മുടെ ബാക്കി പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അവർ അവിടുന്ന് വർക്കല ബുക്ക് ചെയ്യുന്നു, വർക്കലയിൽ നിന്ന് ആലപ്പുഴ വരുന്നു, ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിൽ വരുന്നു. അപ്പോൾ ആ ഒരു സർക്യൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സജഷൻസ് വരാറുണ്ട്. പിന്നെ കൂടുതൽ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പുറത്തുള്ള ആൾക്കാരാണ്, മലയാളീസ് കുറവാണ്. കാരണം കേരളം കാണാൻ ഞങ്ങളുടെ ആവശ്യമില്ല മലയാളീസിന്. അപ്പോൾ അവർ ഇവിടെ ബുക്ക് ചെയ്യും. കൂടുതൽ നോർത്ത് ഇന്ത്യ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് നമ്മൾ ഗോവയിലൊക്കെ കൂടുതൽ ബുക്കിംഗ് വരുന്നത്, കൂർഗിലൊക്കെ വരുന്ന മലയാളീസാണ്. അപ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യ അങ്ങനെ ഇപ്പം ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെ ഇവിടെ നിന്ന് ചോദിക്കും, നമ്മളടുത്ത് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ആക്ച്വലി ഇതൊരു കേരളത്തിൽ നിന്നുള്ള കമ്പനിയൊന്നും ആർക്കും അറിയേണ്ടതെന്നില്ല. നമ്മൾ പ്രോപ്പർട്ടിയിൽ വരുമ്പോഴും അവർ വേറെ ഏതെങ്കിലും ഇതുപോലെ കുറേ ബ്രാൻഡുകളുണ്ട്, അതിലൊരു ബ്രാൻഡാണെന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. പിന്നെയാണ് ഇത് കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലായിട്ട് മേ ബി സ്റ്റാഫൊക്കെയായിട്ട് സംസാരിച്ചതിന് ശേഷം അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് അവിടെ പ്രോപ്പർട്ടി ഉണ്ടാവും ചോദിക്കും. അപ്പോൾ ആ സജഷൻസ് നമുക്ക് വരും. നമുക്കിതിനെല്ലാം ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും, ഓരോ കസ്റ്റമേഴ്സ് എവിടെ നിന്ന് വരുന്നു, കസ്റ്റമറിൻ്റെ പേഴ്സോണ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ആ പോയിന്റ്സ് അവർ സജഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി എടുക്കും. സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തതായതുകൊണ്ട് ചോദിക്കുകയാണ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിന്നെ ആനുകൂല്യങ്ങൾ വേറെ എന്തെങ്കിലും? ഇല്ല, ഞങ്ങൾ ഗ്രാൻഡ് ആക്ച്വലി നോർമലി സ്റ്റാർട്ടപ്പ് മിഷൻ കുറേ ഗ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട്. ഐഡിയേഷൻ ഗ്രാൻഡ് ഉണ്ട്, സ്കെയിലപ്പ് ഗ്രാൻഡ് ഉണ്ട്, റിസർച്ച് ഗ്രാൻഡ് ഉണ്ട്. ഞാനൊരു ഗ്രാൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല, ഒരു ഗ്രാൻഡും എടുത്തിട്ടില്ല. മേ ബി എൻ്റെ ബിസിനസ്സിന് ഈ ആൾക്കാർ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴേക്ക് ഒന്നില്ല ഗ്രാൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, ഇത് രണ്ടാണ്. അതെ. ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരു മെന്റർഷിപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നത്, കുറച്ചുകൂടി ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ അടുത്തോട്ട് എത്താനുള്ളത്. നോർമലി സ്റ്റാർട്ടപ്സ് എന്ന് പറയുമ്പോഴേക്കും ആൾക്കാരുടെ മൈൻഡിൽ വരുന്നത് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഫണ്ടിങ്, പിന്നെ ഗ്രാൻഡ്. നമുക്ക് ഇത് രണ്ടും ഇല്ല. ഒന്ന് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഇതിനകത്ത്. ഞാൻ ഇൻവെസ്റ്റ്മെന്റിന് എതിരല്ല, ബട്ട് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ മതി. ലൈക്ക് ആരുടെ കയ്യിലും ഫ്രീ ആയിട്ടുള്ള പൈസ ഇരിക്കുന്നില്ല. നമ്മളൊരാളുടെ അടുത്ത് നിന്ന് 100 രൂപ നമുക്ക് തരുമ്പോൾ അയാളെ ഒരു 150 രൂപയെങ്കിലും തിരിച്ച് എക്സ്പെക്ട് ചെയ്യണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ എക്സ്പെക്റ്റേഷൻ നമുക്ക് അത്രയും റിസ്ക് എടുക്കാനോ മേ ബി അത്രയും നമ്മൾ IT-യിലെ ജോലിയൊക്കെ അടുത്ത് മേ ബി അവിടെ നമ്മുടെ സീനിയേഴ്സ് ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ മടുത്തോണ്ടാണല്ലോ നമ്മൾ തലയുടെ മുകളിൽ ആരും വേണ്ട എന്നുള്ളതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഞാൻ കുറേ ഇൻവെസ്റ്റേഴ്സിനെ എടുത്തിട്ട് എൻ്റെ തല വെക്കേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ ഞാൻ എന്നോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഇൻ കേസ് ഇപ്പോൾ പൊട്ടിപ്പോവാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ, രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫൗണ്ടേഴ്സും എൻ്റെ പാർട്ട്നേഴ്സും അത്രേ ഉള്ളൂ. വേറെ ആരോടും എക്സ്റ്റേണലി നമ്മൾ ഉത്തരം പറയണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എടുത്തില്ല, ഗ്രാൻഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ കേരളം ഒരു ടൂറിസം ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റ് ആണ്. പക്ഷേ ഇവിടെ എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ ഒരു രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ടൂറിസം സ്റ്റാർട്ടപ്സ് എനിക്കറിയില്ല. നോർമലി നമ്മൾ ടൂറിസം സ്റ്റേറ്റ് ആണ്, എല്ലാവരും ഇവിടെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള
സ്റ്റാർട്ടപ്സ് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ട്രാവൽ ആൻഡ് ഇപ്പം മേക്ക് മൈ ട്രിപ്പ് ആവും ഓയോ കുറേ കമ്പനീസ് ഉണ്ട്. ഇവിടുന്ന് ഒരെണ്ണം പോയില്ല. സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു പുഷ് കൊടുക്കാത്തത് കൊണ്ടായിക്കൂടെ? മേ ബി അതിനൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഇപ്പോഴും ഇവിടെ സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്, പക്ഷേ ഇത് ഹോസ്പിറ്റാലിറ്റി ആയിട്ട് അങ്ങ് പോകും. ഈ ഹോസ്പിറ്റാലിറ്റിയിൽ ഇപ്പം ഞാൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് 10 ഹോളിഡേ ഹോം പോലും റൺ ചെയ്യാൻ പറ്റില്ല. ഇതിനെല്ലാം ടെക്നോളജി വേണം. ഈ ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാർട്ടപ്സുകൾ ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമുള്ളൂ. അല്ലാതെ ഇവിടെ സ്റ്റാർട്ടപ്സ് ഉണ്ട്, ഗവൺമെൻറ് മേ ബി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഈ റെസ്പോൺസിബിൾ ടൂറിസം, കമ്മ്യൂണിറ്റി ലിവിങ് ഒക്കെ ആയിട്ടുള്ള മറ്റേ വില്ലേജ് ടൂറിസം അതിനൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇതൊന്നും മാസീവായിട്ട് സ്കെയിൽ ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റീനെ സെർവ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ബിസിനസ് എന്ന് പറയുമ്പോഴേക്ക് കമ്മ്യൂണിറ്റി സെർവിങ് അല്ല. അവിടെ ഒരു കുറച്ചുകൂടെ സ്കെയിൽ ചെയ്യാനും കുറച്ചുകൂടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പാൻ ഇന്ത്യ എത്തിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഗ്ലോബലി സ്കെയിൽ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും വരാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ഹോസ്പിറ്റാലിറ്റിയിലെ സ്റ്റാർട്ടപ്സോ അല്ലെങ്കിൽ ബിസിനസ്സോ വരുന്ന ആൾക്കാർ ഹോസ്പിറ്റാലിറ്റി മാത്രമായിരിക്കും. അവർ ടെക്കിനെ പറ്റി ചിന്തിക്കില്ല. ചിന്തിച്ചാൽ അവർക്കത് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഇതിൽ ഞങ്ങൾ ടെക് ബാക്ക്ഗ്രൗണ്ട് വന്നതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒരു ഇഷ്യൂ വന്നാൽ ആദ്യം ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അല്ല ഒരു നമ്മൾ എന്തും ഫ്രണ്ട് എൻഡിൽ കാണുമ്പോൾ ഇതിനെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാറ്. അതൊരു ഹോസ്പിറ്റാലിറ്റി മൈൻഡ് സെറ്റിൽ വരില്ല. ഇപ്പം എനിക്കൊരു ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നു. ഈ പ്രോബ്ലം എങ്ങനെ നോക്കുക വെച്ചാൽ രണ്ട് സ്റ്റാഫിനും കൂടെ എടുത്താൽ ഇത് റെഡി ആവുമെന്ന് വിചാരിക്കും. ഹോസ്പിറ്റാലിറ്റിയിലാകുമ്പോൾ നമ്മൾ നോക്കുക ഇതിനെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം. ഈ ഇഷ്യൂ ഇനിയും വരും. അപ്പം റെഗുലർലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ഇഷ്യൂ ആണെങ്കിൽ അതിനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെക്നോളജി കൊണ്ടുവന്നു. ഈ ടെക്നോളജി കൊണ്ടുവന്നുള്ള സ്റ്റാർട്ടപ്സുകൾ ഇവിടെ വളരെ കുറവാണ്. ഇവിടെ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ഇതുവരെയുള്ളൊരു അപ്രോച്ചിൽ എല്ലാവരും നോക്കുക ഈ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ വരുന്നത്. അതായത് ഇപ്പം നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസം ചെയ്യുന്നു. ആ റെസ്പോൺസിബിൾ ടൂറിസം ചെയ്യുമ്പോൾ മേ ബി തെങ്ങ് കയറുന്ന ആൾക്കാർക്ക്, കള്ള് ചെത്താൻ പോകുന്ന ആൾക്കാർക്ക്, ഓലം ഇടയുന്ന ആൾക്കാർ, ഇവരൊക്കെ ആയിരിക്കും കാണിക്കാം. അപ്പോൾ ആ എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. ആ എക്സ്പീരിയൻസ് കൊടുക്കുന്നത് കൊണ്ട് മേ ബി അതൊരു ഹോസ്പിറ്റാലിറ്റി ബിസിനസ് മാത്രമാണ്, അതൊരു സ്റ്റാർട്ടപ്പ് അല്ല. അത് കാണിക്കുന്നു അവർ ബെനിഫിറ്റഡ് ആണ്, ഈ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി ബെനിഫിറ്റഡ് ആണ് ഗ്രൗണ്ട് ലെവലിലുള്ള. പക്ഷേ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഇതൊരു ബിസിനസ് മോഡലാണ്, മറ്റൊരു ബിസിനസ്സാണ്. അതിനായിരിക്കും മേ ബി ഈ ഗ്രാൻഡും അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ മാസീവ്ലി സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം, വലിയ വലിയ കമ്പനീസ് ട്രാവൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്രോച്ചിൽ നടക്കില്ല. മേ ബി ഇതൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുവരാവുന്ന ചില കാര്യം. അപ്പോൾ ഞങ്ങളും എക്സ്പീരിയൻസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് അല്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അതാണ്. കൂടുതലും സർക്കാരിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പോകുന്നത് ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. അത് ചെയ്യണം, ബട്ട് ഇൻ ദ സെയിം ടൈം നമ്മൾക്ക് വലിയ വലിയ കമ്പനീസും വലിയ ഇപ്പം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നല്ല ട്രാവൽ കമ്പനീസൊക്കെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വേണം. പിന്നെ ഇതിൽ കൂടുതലും കമ്പനികൾ നോയിഡയിലാണുള്ളത്, ട്രാവൽ കമ്പനീസ് എല്ലാം. അതിനുള്ള കാരണം അവൈലബിലിറ്റി. അതായത് ഇപ്പോൾ ഈ ട്രാവൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് അവിടെ ജോലിക്കാരുണ്ട്. നമുക്ക് റിസോഴ്സ് അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഞാൻ കാലിക്കറ്റിലാണ് ഫസ്റ്റ് ഓഫീസ് തുടങ്ങുന്നത്. എൻ്റെ വീട് കാലിക്കറ്റിലാണ്. അപ്പോൾ റിസൈൻ ചെയ്ത് വീട്ടിൽ ചെന്നിരുന്ന് ഓഫീസിൽ പോയി വരാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അവിടെ ആളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ കൊച്ചിയിൽ വന്ന് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കൊച്ചിയിൽ ജോലി ചെയ്യുന്നതെല്ലാം കോഴിക്കോട് വരാം. അവർ ട്രെയിനിന് വന്ന് ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇവിടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും കിട്ടുന്ന സ്ഥലമായിരിക്കാം. അതുപോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആൾക്കാർ കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് അവൈലബിലിറ്റി കൂടുതൽ ഇവിടെയാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും മാർക്കറ്റിംഗ്, സെയിൽസ് എല്ലാം എനിക്കിവിടെ അവൈലബിലിറ്റി ഉണ്ട് ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് വൈസ് ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിൽ മേ ബി കൊച്ചിയിലേക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ടാവും. പക്ഷേ കമ്പനീസിനെ പറ്റി ബ്രോഡായിട്ട് ചിന്തിക്കുമ്പോൾ കൂടുതലും ബാംഗ്ലൂരോ നോയിഡയൊക്കെ ആയിരിക്കും ഉണ്ടാവും. അതായിരിക്കും മേ ബി അങ്ങനെയുള്ള എന്തെങ്കിലും. ഇപ്പം ഞങ്ങളൊരു ഇൻക്യുബേറ്റർ ഇൻ ദ സെൻസ് ട്രാവൽ സ്റ്റാർട്ടപ്സിന് ഇൻക്യുബേറ്റ് ചെയ്ത് അവരുടെ ഐഡിയകൾ നമ്മളായിട്ട് പിച്ച് ചെയ്യാം. നമ്മൾക്ക് നല്ലതാന്ന് തോന്നുന്നത് നമ്മൾ നല്ലതാന്ന് തോന്നുന്നതെല്ലാം നല്ലതാവണമെന്നില്ല, നമുക്ക് നല്ലതല്ലാന്ന് തോന്നുന്നതെല്ലാം ചീത്തയാവണമെന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിൽ നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ ഞങ്ങളായിട്ട് പിച്ച് ചെയ്ത് ഞങ്ങൾ അവർക്ക് സീറ്റ്, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ സീറ്റ് കൊടുക്കും. ആൻഡ് നമ്മൾ കുറച്ച് ഷെയർസ് ആ കമ്പനിയിൽ മേടിച്ചിട്ട് നമ്മളെ കൂടെ തന്നെ വർക്ക് ചെയ്ത് അങ്ങനെ പോകുന്ന പ്രോഗ്രാംസ് ഉണ്ട്. മേ ബി ഒരു ട്രാവൽ ടൂറിസം, കേരളം ഒരു ടൂറിസം സ്റ്റാർട്ടപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ പോലെ ഈ ടൂറിസത്തിനായിട്ട് തന്നെ ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം അതിന് മാത്രം ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ ബ്രോഡായിട്ട് എല്ലാ പ്രൊഡക്ട്സും ഉള്ളൊരു ഇൻക്യുബേറ്റർ സിസ്റ്റമാണ് ഉള്ളത്. അതിന് പകരം അതെന്തായാലും വേണം. ബട്ട് ഫോർ കേരള നമുക്കൊരു ട്രാവൽ ആൻഡ് ടൂറിസം കൂടെ ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അത്. അതുപോലെ തന്നെ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും, ഇറങ്ങിയാൽ എന്താകും, ഇറങ്ങാൻ പറ്റുമോ. അങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാളോട് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്ന നിലയിൽ വിനോദിന് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? വേറെ ആൾക്കാർ പറയുന്നത് കേൾക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഒരു കാര്യം. മേ ബി ഒന്ന് റിസ്ക്, എന്തായാലും ഒബ്വിയസ്ലി അവിടെ റിസ്ക് ഉണ്ടാവും. റിസ്ക് അല്ലെങ്കിൽ റിസ്ക്, ക്യാഷ് ഫ്ലോ, ഇതിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യം, ഇതൊക്കെ ബിസിനസ്സിൽ എന്തായാലും ഉണ്ടാവുന്നതാണ്. അല്ലാതെ വരുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ നമ്മൾ ചെയ്യണ കറക്റ്റല്ല, അല്ലെങ്കിൽ ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേര്. ഇതാണ് നോർമലി ഉണ്ടാവുക ബിസിനസ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും കൂടി ആണെങ്കിൽ. എന്നോട് പറയാറുണ്ട്, കാരണം എന്നോട് എൻ്റെ ഫാമിലി എപ്പോഴും പറഞ്ഞത്, നിനക്ക് ആൾക്കാരെ പറ്റിക്കാൻ അറിയില്ല, അതുകൊണ്ട് നീ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പഠിച്ചൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് കാര്യം ചെയ്താൽ ഇപ്പം എൻ്റെ കമ്പനി തുടങ്ങി 5 വർഷം കൊണ്ട് നമുക്ക് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നു മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങളുടെ മുമ്പൊക്കെ വന്ന ഒരുപാട് ഇതേപോലെ സ്റ്റാർട്ടപ്സും കമ്പനീസും ഉണ്ട്. കുറേ എണ്ണമൊക്കെ പോയി കാണും, കുറേ എണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കഥ എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്തുകൊണ്ട് ഞങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ആർക്കും വലിയ ഉപദ്രവം ചെയ്യുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് ചെയ്യുന്നു, പോകുന്നു, അതിൽ വന്ന് പ്രോഫിറ്റ് എടുക്കുന്നു. ഈവൻ ഞങ്ങളുടെ കോമ്പീറ്റിംഗ് കമ്പനീസിൻ്റെ പ്രോപ്പർട്ടികൾ പോലും നമ്മൾ എടുക്കില്ല, ഞങ്ങളെ കൊടുക്കുകയില്ല. അത്രേ ഉള്ളൂ. ഞങ്ങൾക്കറിയാം എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക, അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഒന്നും പോകാറില്ല. അപ്പം ഞാൻ മേ ബി ഇതാണ് ഞാൻ കൂടുതൽ കേട്ടുള്ള കമൻറ്റ്, ഇതാണ് നിനക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാരുണ്ട്, നമ്മൾ ജനിക്കുമ്പോഴേ ജോലി ചെയ്യണമെന്ന് നമ്മൾ വീട്ടുകാരും എല്ലാവരും ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു സ്റ്റൈലിൽ മാറാൻ പോലും സമ്മതിക്കുന്നുണ്ടാവില്ല ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി പാരൻസ് ഒക്കെ മാറ്റിയാൽ തന്നെ അത് മാറുള്ളൂ, റൈറ്റ്? ഇപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ പറയും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് പറയും, നിനക്ക് ചെയ്യാൻ പറ്റില്ല, നീ സക്സസ് ആവില്ല. എന്നെപ്പോലെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടാവും. ഞാനൊരു നോർമൽ ഒരാളാണ്, ഇതുപോലെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഒന്ന് ചെയ്ത് കാണിക്കണം. പിന്നെ അസൂയക്കാര് അതെന്തായാലും കാണും. അത് മേ ബി എന്തായാലും അത് ഉണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം. കാരണം ഞങ്ങളൊരു ട്രാവൽ ഏജൻസ് ആയിട്ട് വന്ന കമ്പനി അല്ല. ഇപ്പോൾ ഒരുപാട് ട്രാവൽ ഏജൻസി ഉള്ള സ്പേസിലോട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ട്രാവൽ ഏജൻസിന് കുറച്ച് പാടാണ് ഞങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകുമ്പോൾ. ഞങ്ങളെല്ലാം ഓൺലൈനാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ B2B കമ്മീഷൻ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ബിസിനസ്സിന് ഒരുപാട് ട്രാവൽ ഏജൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇനീഷ്യൽ സ്റ്റേജസിൽ ഞങ്ങളൊരു ട്രാവൽ ഏജൻറ്റ് പോലെ കമ്പനിയാണെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി നമ്മൾ ഇതല്ല ചെയ്യുന്നത്, അവർക്കും നമ്മൾ ത്രൂ ബിസിനസ് ചെയ്യാന്നുള്ളത് മനസ്സിലായി. പിന്നെ നമ്മൾ അതായത് പുറകോട്ട് വലിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കൂടെ. സക്സസ് ആയി പോയാലോ? അതെ, നമ്മൾ അതെ നമുക്ക് 2 രീതിയിൽ. ഒന്ന്, എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കൂടെ നിന്ന് കുറേ പേരുണ്ട്, അവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അവരെൻ്റെ സ്റ്റാഫല്ല, ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഈ യാത്രയിൽ കണ്ടുപിട്ടിയ ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ അവരിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അവരാണിത് റൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മൾ കൂടെ ഉള്ളവരും സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ അവർക്കൊരു ബെറ്റർ ലൈഫ്. എനിക്ക് സക്സസ്ഫുൾ ഒന്നും ആക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത്രയൊന്നും ഞാൻ ആയിട്ടില്ല. പക്ഷെ നമ്മളുടെ ആ ഒരു രീതിയിലൊരു ബെറ്റർ ലൈഫ് അവർക്ക് കൊണ്ടുവരിക എന്നുള്ളതുണ്ട്. അപ്പോൾ ആ യാത്രയിൽ കുറേ പേരൊക്കെ പോകും. കുറേ പേര് മേ ബി ഈ പറഞ്ഞ പോലെ അസൂയയും കാര്യങ്ങളൊക്കെ ഉള്ളവർ പോവായിരിക്കും. ചില ആൾക്കാർ കണ്ടിന്യൂ ചെയ്യും. ആ കണ്ടിന്യൂ ചെയ്യുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവരെ കൊണ്ട് പോകാന്നുള്ളത്. പിന്നെ നമ്മൾ പാരൻസ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ആദ്യം നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല എന്ന് പറയാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. പാരൻസിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ജോലിയും പോയി കയ്യിലെ പൈസയും പോയി ബിസിനസ്സും പൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് അവിടെ ചെല്ലുള്ളൂ, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ പേടിയാണ് അവർക്കുള്ളത്. നാട്ടുകാരുടെ പേര് ചിലപ്പോൾ ഇവ രക്ഷപ്പെട്ടു പോയാലോ എന്നുള്ളതുണ്ടാവും. പിന്നെ
രക്ഷപ്പെടാതിരിക്കാനുള്ളതുകൊണ്ടായിരിക്കും. അത് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ വറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാനോ ജീവിക്കാനോ പറ്റില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാറില്ല. ഞാൻ വേറെ നാട്ടുകാരൻ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നു, അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാത്തത്. ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മേ ബി ഞാൻ ചെയ്യുന്നതെല്ലാം അവരും ട്രാക്ക് ചെയ്യുന്നുണ്ടാവും, റൈറ്റ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം അതൊന്നും വേണ്ട. നാട്ടുകാരുടെ പൈസ മേടിച്ചിട്ടില്ല, വീട്ടുകാരുടെ പൈസ മേടിച്ചിട്ടില്ല, ഇപ്പം ആരോടും പറയണ്ട. അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ആക്ച്വലി എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ടെൻഷൻസ് എടുക്കാനുള്ള ധൈര്യം വേണം. ഈ ചില ആൾക്കാർ താങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ എക്സ്ട്രീം വേർഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഡെന്റിസ്റ്റിനെ കാണാൻ പോയായിരുന്നു ഒരു 1 year മുമ്പ്. പല്ലുവേദന വന്നിട്ട് പോയതാണ്. അപ്പോൾ ആളെൻ്റെ പല്ല് നോക്കിയിട്ട് എന്നോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പല്ലിന് എന്നെക്കാളും 10 വയസ്സ് കൂടുതൽ ഫീൽ ചെയ്യുന്നു. പല്ല് കടിച്ച് നമുക്ക് നോർമലി എല്ലാവരുടെ പല്ലിനും കൂർത്ത ഒരു പാർട്ട് ഉണ്ടാവും, എനിക്കതില്ല. ടെൻഷൻസ് കൊണ്ട് എനിക്കൊരു പല്ല് കടിക്കുന്ന സ്വഭാവമുണ്ട്, ടെൻഷൻ കൊണ്ട്. അതുകൊണ്ട് അത്രയും പോയി. ഇതോ ഇങ്ങനെയുള്ള നമ്മളെപ്പോഴും ഇതിൻ്റെ നല്ല സൈഡ് മാത്രമേ കാണുള്ളൂ, റൈറ്റ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, വണ്ടി മേടിക്കുന്നു, അല്ലെങ്കിൽ മീറ്റിംഗ്സിന് പോകുന്നു, അല്ലെങ്കിൽ ഇനാഗുറേഷൻസിന് പോകുന്നു, ഇതൊക്കെയാണ് കാണുന്നത്. വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ശരിക്കും നടക്കുന്നത് ഇതല്ല. ഇതിൻ്റെ ഒരു സ്റ്റോറി ബാക്കിൽ ഭയങ്കര നമ്മൾ സന്തോഷിക്കുന്ന സമയം കുറവായിരിക്കും. നല്ല രീതിയിൽ ഫാമിലി ടൈം പോലും ചിലപ്പോൾ എനിക്ക് ഞാനൊരു ലാസ്റ്റ് 3 years ആയിട്ട് എനിക്ക് മേ ബി എൻ്റെ വൈഫും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, കോ ഫൗണ്ടറാണ്. നോർമലി നമ്മൾ വൈഫ് കോ ഫൗണ്ടർ അല്ല, വൈഫായിട്ടിരുന്നാൽ തന്നെയുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എൻ്റെ കോ ഫൗണ്ടറും കൂടെ ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ട്. പക്ഷെ ഞങ്ങൾ നോർമലി ബിസിനസ്സാണ് കൂടുതൽ സംസാരിക്കാറ്. ഫാമിലി ടൈം ഒന്നുമില്ല. നമുക്കൊരു കുറച്ച് കാലം കൂടെ ഒക്കെ ഇങ്ങനെ ജീവിച്ചിട്ട് പിന്നെ ഫാമിലി ടൈമൊക്കെ ആവാം. ഞാൻ നോർമലി എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ആദ്യം കുറേ കഷ്ടപ്പെടുക. ഓഫീസിലും പറഞ്ഞത്, മാനേജേഴ്സിനോട് എപ്പോഴും പറയുന്നത്, നിങ്ങളിപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ട് പിന്നെ വെറുതെ ഇരിക്കാം. ഈ മാനേജേഴ്സിന് നോർമലി ഒരു വർക്ക് ചെയ്യേണ്ട ആൾക്ക് ഒരു 1 hour വർക്ക് ചെയ്ത ഒരു സാലറി ആയിരിക്കും ഒരാൾക്ക് മാനേജറിന് മേ ബി ഒരു 10 minute വർക്ക് ചെയ്താൽ കിട്ടുന്നത്. സോ നമ്മൾ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ വർക്ക് ടൈം കുറഞ്ഞു വരും. സ്ട്രാറ്റജിക്കലി അവർ വർക്ക് ചെയ്യുന്നതല്ല, അവർ എക്സ്പീരിയൻസും സ്ട്രാറ്റജീസുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കും അവർ സൈഡിൽ നിന്ന് എപ്പോഴും നോക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് വിലപ്പെട്ട സമയം ചെലവഴിച്ച വിനോദിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.